ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേൾട്ടൻ മല്ലു ട്രക്കർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ മണ്ടി പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ മുതുമലയും ബന്ദിപ്പൂരും മസനഗുഡിയൊക്കെ. അപ്പോൾ അതുവഴി ഒരു വർക്കിംഗ് ഡേയിൽ ഒരു റൈഡ് ചെയ്ത് എങ്ങനെ അനിമൽ സൈറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇന്ന് തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടാൻ ഇച്ചിരി ചാൻസ് കൂടുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഈ ഡീപ് ഫോറസ്റ്റിലൂടെ ഒരു റൈഡ് ചെയ്യാം. അങ്ങനെ റൈഡിങ്ങിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുന്നുള്ളതും കൂടെ നമുക്ക് നോക്കാട്ടോ. മഴ പെയ്തത് കൊണ്ട് തന്നെ കാട് നല്ല ഗ്രീനറി ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ്ലി ആരൊക്കെ റൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഫ്രണ്ട്സ്. ലൈസൻസ് എടുത്ത കാലം മുതൽ ഇതിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായിട്ടോ, കയ്യും കണക്കില്ലാതെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാലും ഒട്ടും അടുത്തിട്ടില്ല ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ കേട്ടോ. അതുപോലെ നിങ്ങളും എത്ര തവണ ചെയ്തിട്ടുള്ളതെന്നുള്ളത് കമൻറ്റിൽ പറയണേ. മുതുമലൈക്കാട്ടിലെ ആനകൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു മെയിൻ സ്പോട്ടാണ് ഈ ബ്രിഡ്ജ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് എനിക്ക് ഒരുപാട് തവണ ആനയുടെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും ഈ സ്ഥലത്തിൽ വെച്ചിട്ട് എന്നെ പറ്റിക്കാതെ എനിക്കിവിടെ ഒരു അടിപൊളി ഒരു കൊമ്പൻ്റെ സൈറ്റിങ്സ് കിട്ടിയിട്ടോ. കാട് കയറിയപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു വലത്തേ ഭാഗത്ത് ദൂരത്ത് ഒരു കറുത്ത സംഭവം അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അതൊരു കാട്ടാനായിരുന്നു കേട്ടോ. ഇവിടുന്ന് നേരെ വലത്തേ ഭാഗത്താണ്, അതൊന്ന് കാണിച്ചു തരാവേ. ഞാൻ ബൈക്കിൽ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണിലാട്ടോ സൂം ചെയ്തെടുക്കുന്നത്. അങ്ങോട്ട് ദൂരത്തായിരുന്നു കേട്ടോ ആന. ഞാനിത് എങ്ങനെ കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് എന്തോ ഒരു കറുത്ത സംഭവം അവിടെ കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയണില്ല. ഏതായാലും വണ്ടി ഒന്ന് നിർത്തി നോക്കിയിട്ട് ഒന്ന് സൂം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതേ നിൽക്കണ ഒരു കൊമ്പൻ കേട്ടോ. നല്ല അടിപൊളി ഒരു സൈറ്റിങ് കിട്ടി ആദ്യം തന്നെ. കൂടുതൽ നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് ബാക്കിൽ വണ്ടികൾ വന്നു, അതുകൊണ്ട് ഞാൻ മൂവായി. കഴിഞ്ഞ തവണ ഏകദേശം ഈ സ്പോട്ടിൽ വെച്ചിട്ട് വലത്തേ ഭാഗത്ത് വെച്ചിട്ട് ഒരു ആന കടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആന കടന്ന് ഉറങ്ങുന്നത് കാണുന്നത്. അതിനിപ്പോൾ കടന്നുറങ്ങാണോ അല്ല വയ്യാണ്ട് കടന്നാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ജസ്റ്റ് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ റൂട്ടിലൂടെ വന്നപ്പോൾ കിട്ടിയ സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അത് ഒറ്റയ്ക്ക് സൈറ്റിംഗ് കിട്ടിയത് കൊണ്ട് ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാവേ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു. ഇതിപ്പോൾ കുംക്യാനാണോ കാട്ടാനാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവിടെ കടക്കുന്നത് കൊണ്ട് കേട്ടോ. പക്ഷെ സംഗതി ആയാലും ഞാൻ ആദ്യമായിട്ടാണ് ആന ഇങ്ങനെ ഒന്ന് കടന്ന് വിശ്രമിക്കുന്നത് കാണുന്നത്. സാധാരണ ആനകൾ കടക്കാറില്ല എന്ന് പറയണ കേൾക്കാറുണ്ട്, പക്ഷെ റീസെന്റ് ഒരുപാട് വിഷ്വൽസ് തന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ കടന്നിങ്ങനെ ഉറങ്ങുന്നത്. കണ്ടപ്പോൾ നല്ലൊരു കാഴ്ച ആയതുകൊണ്ട് അത് വീഡിയോയിൽ പകർത്തിയതാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്ന അമ്പലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല യാത്ര ചെയ്ത് വരുമ്പോൾ. എനിക്ക് ഈ അമ്പലത്തിലെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എനിക്ക് ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് അത് മിസ്സായി പോയിട്ടോ. നല്ല അടിപൊളി ഇതുവരെ കാണാത്തൊരു ഉത്സവം കാണാമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നിതാ നമ്മുടെ മോയാർ റിവറിൻ്റെ അവിടെ എത്തിട്ടോ. മോയാർ റിവറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ട്രാഫിക് എന്താണെന്ന് എടുത്തു പോയി നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ലോറി മറിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൂരത്തേക്ക് നോക്കുമ്പോൾ ഇത് കാട്ടാനാണോ അല്ലെങ്കിൽ കുംക്കിയാണോ എന്നുള്ളൊരു സംശയത്തിൽ നോക്കിയായിരുന്നു. കാരണം അവൻ്റെ അഭ്യാസം കണ്ടില്ല, ആ പുല്ലിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നത്. സാധാരണ കുംക്കി ഇങ്ങനെ കാട്ടാറുണ്ട്, കാട്ടാന അതിലേറെ കാട്ടാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ അഭ്യാസങ്ങളെ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നല്ല ഗ്രീനറി ആയതുകൊണ്ട് ഈ കാട് കാണാൻ നല്ല ഭംഗിയില്ല ഫ്രണ്ട്സ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജയിച്ചാണ്ടേക്കുള്ള കൊമ്പുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും വണ്ടി ഇങ്ങനെ നിർത്തി ഇങ്ങനെ കാണുന്നത് ഞാൻ വിചാരിച്ചേ. നോക്കുമ്പോൾ എന്താണെന്ന് അറിയാം, ആ ക്രെയിൻ കൊണ്ട് ഒരു ലോറി പൊക്കായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലോറി മറിഞ്ഞ് ചാടിയതാ. അതാ കിടക്കുന്ന ആ ലോറി. അപ്പോൾ ഈ വഴിയിലൂടെ വരുമ്പോൾ ശ്രദ്ധിച്ച് വരണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മസനഗുഡി റൂട്ടിലോട്ട് പോവാം. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, അവിടെ ബാൻ ചെയ്തല്ലോ. നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് നമ്മുടെ മോയാർ, സിംഗാര അങ്ങനെയൊക്കെ ഒരുപാട് യാത്ര നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വണ്ടിയിൽ തന്നെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി ആരും അങ്ങോട്ട് നമ്മുടെ പേഴ്സണൽ വണ്ടി കൊണ്ട് പോകാൻ നിൽക്കണ്ട. കാരണം എന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകാർ തന്നെയാണ്. അതിൽ കാട് സ്നേഹിച്ച് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, കാടിനെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാർ കുറേ ഉണ്ട് കേട്ടോ. വൈൽഡ് ആനിമൽസിനെ കാണുമ്പോൾ അതിനെ ഫീഡിങ് ചെയ്യുക, നിർത്താൻ പാടാത്ത സ്ഥലത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ ചെയ്യുക. ഒരുപാട് ട്രാഫിക്കും വൈൽഡ് ആനിമൽസിനെ കാണുമ്പോൾ തന്നെ ചാടി അതിൻ്റെ അടുത്തേക്കൊക്കെ പോവുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രശ്നം. ഞാനിത് പ്രതീക്ഷ തന്നെയാണെന്ന്. എന്ന് നമ്മുടെ മുള്ളിക്കത്തെ റൂട്ട് പൂട്ടി, അതേപോലെ വഴുകാതെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പൂട്ടുന്നതിന്റെ മനസ്സിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൂട്ടി. എനിക്കുള്ള സങ്കടം എന്താണെന്നറിയോ, ഞാൻ അതിൽ കൂടുതൽ ഈ സിംഗാര മോയ റൂട്ടിലൊക്കെ കൂടുതലും ബൈക്കിലാണ് യാത്ര ചെയ്യാറ്.
അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ടൈഗറും ആനയും ഒക്കെ ആയിട്ട് വളരെ തൊട്ടടുത്ത് തന്നെ എനിക്ക് പ്രസൻസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി അതിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സംഗതി എന്താണെന്ന് അറിയാം, സാധാരണ ആ റൂട്ടിലൂടെ ഒക്കെ എല്ലാവരും കാറിലാണ് പോവാറ്. പക്ഷെ ഞാനും എൻ്റെ അതേ മൈൻഡ് സെറ്റിലുള്ള കുറച്ച് സുഹൃത്തും ഉണ്ട്. അവരൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ബൈക്കിൽ തന്നെ പോകാറുണ്ട് കേട്ടോ. ആ റൂട്ടിലൂടെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു റൈഡായിരിക്കും. ഇനി ആ ത്രില്ലിങ് ഇല്ല എന്ന് കേൾക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഏകദേശം ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ലങ്കൂർ കൂട്ടമാണ് കേട്ടോ. ഇതിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകണം. ഇവരെപ്പോഴാണ് മുന്നിക്ക് ചാടുക, റോഡ് ക്രോസ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചാട്ടാണ് ഇവർ. നമ്മുടെ മുതുമല കഴിഞ്ഞിട്ട് ഈ ബന്ദിപ്പൂർ റോഡിലോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയാം, കടുവനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. സംഗതി മുതുമലയിലും കടുവകൾ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കയറുമ്പോൾ അതൊരു വല്ലാത്ത ഫീലിങ്സ് ആണ് കേട്ടോ. എത്ര പേര് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതേപോലെ സെയിം ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണ്ടോ ഫ്രണ്ട്സ്. ഞാൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് ആൾക്കാർ റീൽസൊക്കെ ചെയ്യുന്നത് കണ്ടോ. ആ ബൈക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന നേരത്തിൽ പിന്നെ വന്ന് കയറിയായിരുന്നു. ഞാൻ ദൂരത്തുനിന്ന് കാണുമ്പോൾ അവർ റീൽസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഇതുപോലുള്ള ഫോറസ്റ്റ് റോഡുകളൊക്കെ പൂട്ടാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം നമ്മൾ ഈ യാത്ര ചെയ്യാൻ. കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് വണ്ടി ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിലുണ്ടല്ലേ ചെക്കന്മാരെ അങ്ങനെ ബൈക്ക് നിർത്തിയിട്ടിട്ട് ചായപ്പീടിയിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ക്യൂ ചെയ്ത് നിൽക്കുന്നത് നോക്കുമ്പോഴാണ് ഇതേ നിൽക്കുന്ന ഒരു ജയ്ജാൻഡിക്ക് ഒരു കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ട് എന്നറിയപ്പെടുന്ന കാട്ടുപശു കേട്ടോ. ആശാൻ അവിടെ അനങ്ങാണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ ഈ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് കേട്ടോ ഇത്ര ഷെയ്ക്ക് വരുന്നത്. സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ജയ്ജാൻഡിക് ആയിട്ടുള്ള കാട്ടുപോത്ത് കേട്ടോ. ഏകദേശം നമ്മുടെ ഈ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കർണാടകൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആകുമ്പോൾ തന്നെ പിന്നെ സൈറ്റിങ്സ് നല്ല രീതിയിൽ കിട്ടാറുണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പം നല്ല കാട് വളർന്ന് നല്ല പച്ചപ്പായില്ലേ. അപ്പോൾ വെള്ളം തീറ്റൊക്കെ തന്നെ ഉൾക്കാട്ടിൽ തന്നെ ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ വളരെയധികം സൈറ്റിങ്സ് കുറവാണ്. പക്ഷേ നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആനകളും ഒരുപാട് വൈൽഡ് എലിമെൻസിനെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരുപാട് വൈൽഡ് എലിമെൻസിൻ്റെ നൈറ്റ് റൈഡ് വീഡിയോസ് ഉണ്ട്. അതൊക്കെ കയറി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ പറയണേ. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വണ്ടി അവിടെ നിർത്താൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ റണ്ണിങ്ങിൽ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ റണ്ണിങ്ങിൽ എടുത്തൊരു ഷോട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റിൽ പറയണം കേട്ടോ. സംഗതി കൈയൊന്ന് ചെറുതായിട്ട് വേദനിക്കുകയൊക്കെ ചെയ്തു. കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോൾ മയിലത് അവിടെ ചിറകും വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കേട്ടോ. സംഗതി ഇത് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് അടിപൊളിയാവുമെന്ന് വിചാരിച്ചിട്ട് പരമാവധി ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആ തിരിയുമ്പോൾ ഫോൺ താഴെ വീഴും ചെയ്തു കേട്ടോ. കുറച്ചും കൂടെ മുന്നിക്ക് പോയി നമ്മുടെ സഫാരി സെന്റർ ഏകദേശം എത്താനാവുമ്പോൾ അവിടെ ഒരു കൊമ്പ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് ഒരു കുമിക്കിന്റെ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ ആളെ. നമ്മുടെ ബന്ദിപ്പൂര് കമ്പനിയൊക്കെ സഫാരി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ റീസെന്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. എനിക്കിന്ന് അതിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത് വീണ്ടും സഫാരിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചാർജ് വളരെയധികം ഡബിൾ ഇരട്ടി കൂട്ടിയിട്ടുണ്ടെന്നും കൂടെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സഫാരി പോവുക? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വിചാരിച്ചത്ര സൈറ്റിംഗ് ഇട്ടിട്ടില്ലെങ്കിലും കുറച്ച് സൈറ്റിംഗ് ഒക്കെ നമുക്ക് കിട്ടിട്ടോ അടിപൊളിയായിട്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ബൈ.